മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്നും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നുമുള്ള തൊടുപുഴ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ദാരിമിയുടെ ആഹ്വാനം തള്ളി വിശ്വാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാടൊട്ടുക്ക് നടന്ന ഓണാഘോഷങ്ങളിലെല്ലാം മുസ്ലിം മതസ്ഥർ പങ്കെടുത്തു. തട്ടമിട്ട പെൺകുട്ടികൾ അടക്കമുള്ളവർ വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതും ഓണം ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നതുമായി നിരവധി ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ന്യൂസ് 18 സംഘം ചിത്രീകരിച്ച ഓണാഘോഷ പരിപാടികളിലും മുസ്ലിം വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം ക്യാമറയിൽ പതിഞ്ഞു. മതമൈത്രിക്ക് പണ്ടേ പുകഴ് കൊണ്ട കേരളത്തിൽ മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് പുതുതലമുറ ഇതിലൂടെയെല്ലാം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിങ്ങളെ ഓണാഘോഷങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ട് തൊടുപുഴ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ദാരിമി പ്രസംഗിച്ചത്. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഒരുമിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ മാറ്റ് ഓരോ വർഷം തോറും കൂടുന്നു എന്നത് തന്നെയാണ് നമുക്ക് പൊതുവായി നടക്കുന്ന ആഘോഷങ്ങളിൽ വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ വീട്ടിലും നാട്ടിലുമൊക്കെ മാത്രമായി ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലൊക്കെ വർണ്ണാഭമായ ഓണാഘോഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നടക്കുന്നത്. പക്ഷേ ഇത്തവണ ആഘോഷങ്ങളുടെ മാറ്റ് ഒരല്പം കൂടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരം ദൃശ്യങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി നമുക്ക് ലഭിച്ചത്. പ്രത്യേകിച്ചും കലാലയങ്ങൾ കേന്ദ്രീകരിച്ച്, സ്കൂളുകളും കോളേജുകളുമൊക്കെ കേന്ദ്രീകരിച്ച് ഗംഭീരമായ ആഘോഷ പരിപാടികൾ നടക്കുകയും ചെയ്തു. ഇതിൽ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ കുട്ടികൾ പങ്കെടുത്തു എന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ മേഖലകളിൽ, മലബാറിലെ പല ഇടങ്ങളിലുമൊക്കെ തന്നെ ഇത്തവണ വലിയ തോതിലുള്ള അല്ലെങ്കിൽ മുൻപൊന്നും പ്രകടമാവാത്ത തരത്തിലുള്ള ആഘോഷങ്ങൾ ഇത്തവണ നടന്നു എന്നത് തന്നെയാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കം നമുക്ക് വ്യക്തമാവാൻ കഴിയുന്നത്. ഇത് തന്നെ പലയിടങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള കലാലയങ്ങളിൽ, കോളേജുകളിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ വനിതാ കോളേജുകളിലും മറ്റുമൊക്കെ ഇത്തവണ ആഘോഷം കെങ്കേയമായി തന്നെ നടക്കുന്നത് കണ്ടു. ഒപ്പം ഈ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളൊക്കെ നൃത്തം ചവിട്ടുന്നതും മറ്റ് കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതും ഘോഷയാത്രകളുടെയും മറ്റും ഭാഗമാവുന്ന കാഴ്ചകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിനെതിരെ രംഗത്ത് വരുന്ന ന്യൂനപക്ഷ ആളുകളെങ്കിലും ആ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു. ഒപ്പം തൊടുപുഴ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ദാരിമിയുടെ പ്രസംഗവും അതും വലിയ തോതിൽ തന്നെ ചർച്ചയായിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊന്നും, അതായത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, പക്ഷേ അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ മുസ്ലിം ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങളിൽ മാത്രമേ പങ്കെടുക്കാവൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാലും അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലാണ് യുവതലമുറ എല്ലായിടത്തും തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത്. എന്തായാലും ആദ്യഘട്ടങ്ങളിൽ ഓഫീസുകളിലെയും കലാലയങ്ങളിലെയും ഒക്കെ ഓണാഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്ത ശേഷം ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൽ നോക്കുമ്പോഴും പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ചും മാർക്കറ്റുകളിലും മിഠായി തെരുവ് പോലുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ തോതിൽ തന്നെ ആളുകൾ ഓണം ആഘോഷിക്കാനായി സാധന സാമഗ്രികൾ വാങ്ങാൻ എത്തുന്ന കാഴ്ചകൾ കാണാം. ഒപ്പം ഓണസദ്യയും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിലും കാറ്ററിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഓർഡറുകൾ ഇത്തവണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഓണം ആഘോഷിക്കുന്ന മാവേലി നാടിൻ്റെ ആ ഒരു സങ്കല്പം അതേ അർത്ഥത്തിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള വിലക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നിഷേധം കൊണ്ടൊന്നും ഈ ഓണാഘോഷം
ഓണാഘോഷത്തിൻ്റെ ആവേശത്തെ കെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ആഘോഷങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും മലബാർ മേഖല ഓണത്തെ മുൻകാലത്തേക്കാൾ അല്ലെങ്കിൽ വർദ്ധിത വീര്യത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേരുന്നു എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. പണ്ടൊക്കെ നേരത്തെ പലപ്പോഴും ഈ ആഘോഷങ്ങളൊക്കെ വലിയ തോതിൽ ആവുമ്പോൾ ചില മതനേതാക്കളും മറ്റുമൊക്കെ ഈ ആഘോഷങ്ങൾ അതിര് കിടക്കരുതെന്നൊക്കെ പറഞ്ഞു പോലും രംഗത്തെത്താറുണ്ടായിരുന്നു. എന്നാൽ മലബാർ മേഖലയിലൊന്നും അത്തരം ആഹ്വാനങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അക്ഷരാർത്ഥത്തിൽ നാടും നഗരവുമൊക്കെ ഓണത്തെ നെഞ്ചേറ്റി അവരുടെ സമഭാവനയും സാഹോദര്യവുമൊക്കെ ആ സങ്കല്പം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.